ചിന്നക്കനാൽ ഫാത്തിമ മാത ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഐ ജോൺസൺ പടിയിറങ്ങി. സ്കൂളിനെ മികവിന്റെ പാതയിൽ ഏറെ ദൂരം നയിച്ച ശേഷം അവാർഡ് തിളക്കത്തോടെയാണ് ഹെഡ്മാസ്റ്റർ പടിയിറങ്ങിയത്. 2021-22 വർഷത്തെ ഓൺലൈൻ പഠനകാലത്തെ പ്രവർത്തനങ്ങളാണ് അവാർഡിന് പരിഗണിച്ചത്. മൂന്നാർ ലാക്കാട് എസ്റ്റേറ്റിലെ തൊഴിലാളികളായ ഹൃദയം കാതറിൻ ദമ്പതികളുടെ 9 മക്കളിൽ 7ാമനായി ജനിച്ച ജോൺസൺ കഷ്ടപ്പാടിന്റെ കടൽ കടന്നാണ് പഠനം പൂർത്തിയാക്കിയത്. ദേവികുളം ഗവൺമെന്റ് ഹൈസ്കൂളിലെ പഠനശേഷം തമിഴ്നാട്ടിൽ നിന്നാണ് സോഷ്യൽ സയൻസിൽ ബിരുദാനന്തര ബിരുദവും B.Ed നേടിയത്. 1996-ൽ ചിന്നക്കനാൽ ഫാത്തിമ മാത LP സ്കൂൾ ഹൈസ്കൂളായി അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ഹെഡ്മാസ്റ്റർ ഇൻചാർജായി ജോലിയിൽ ചേർന്നു. 3 അധ്യാപകരും 37 വിദ്യാർത്ഥികളുമാണ് അന്നുണ്ടായിരുന്നത്. ഇന്ന് എല്ലാ ക്ലാസുകളിലും 3 ഡിവിഷനുള്ള സ്കൂളിൽ 570 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 1/4 നൂറ്റാണ്ടായി വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിന്ന തോട്ടം തൊഴിലാളികളുടെ മക്കളെയും ചിന്നക്കനാലിലെ ആദിവാസി കുടികളിലെ കുട്ടികളെയും പഠന വഴിയിൽ കൈപിടിച്ച് നയിച്ചതിന് ലഭിച്ച അംഗീകാരമാണെന്നും ഏറെ സന്തോഷമുണ്ടെന്നും ജോൺസൺ മാഷ് പറഞ്ഞു. സ്കൂളിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പാവപ്പെട്ട പിള്ളേരാണ് ഇവിടെ പഠിക്കുന്നത്. ആ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സും SC/ST കുട്ടികൾക്ക് പ്രത്യേകിച്ച് ക്ലാസ്സുകളും നമ്മൾ ഇവിടെ ആരംഭിച്ചു. ഒരുപാട് കുട്ടികൾ 10ാം ക്ലാസ്സിൽ വിജയിച്ചു. കഴിഞ്ഞ 8 വർഷമായിട്ട് 100% റിസൾട്ട് ആ കുട്ടികൾക്ക് കിട്ടി. അതുപോലെ തന്നെ കലോത്സവങ്ങളിലും സബ്ജില്ലാ ലെവലിൽ 100% കണ്ടിന്യൂ ആയിട്ട് ഓവർ ചാമ്പ്യൻഷിപ്പ് കിട്ടി. അവാർഡ് ലഭിച്ച തങ്ങളുടെ ജോൺസൺ സാറിനെ കുട്ടികളും സഹപ്രവർത്തകരും ഒത്തിരി സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. വിദൂര മേഖലയിലെ കുട്ടികൾക്ക് താമസിച്ചു പഠിക്കാനായി കാരുണ്യ ബോയ്സ് ഹോസ്റ്റലും ആരംഭിക്കാൻ ജോൺസൺ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.